ചങ്ങായിമാരെ അപ്പളേ നമ്മള് ഈസി കുക്ക് വാങ്ങിക്കട്ടെ നമ്മളെ വീട്ടില് 4990 5990 വില. 1000 ഡിസ്കൗണ്ട് കഴിച്ച് 4990 കൊടുക്കണം. അപ്പൊ ഇത് നമ്മൾ എടുക്കാനുള്ള കാരണം എന്താ വെച്ചാല് 11 വർഷമായിട്ട് നമ്മളെ അമ്മോന് യൂസ് ചെയ്യുന്നുണ്ട്. ഇതുവരെ ഒരു കംപ്ലൈന്റും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈസി കുക്ക് എടുക്കുന്നത്. വേറൊരു കമ്പനി എടുത്ത് 2500 ഉള്ളൂ സംഭവം. അതിനുശേഷം അതൊരു 3 വർഷം യൂസ് ചെയ്തുള്ളൂ. അപ്പൊ തന്നെ അത് കംപ്ലൈന്റ് ആയി. നന്നാക്കാൻ വേണ്ടി കൊണ്ടുപോയി കൊടുത്തു നോക്കുമ്പോ അത് നന്നാക്കാൻ പറ്റൂല എന്നാ പറഞ്ഞത്. അപ്പൊ ഈസി കുക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല പ്രയോജനപ്പെടും. അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. സാധനം ഈസി കുക്ക് വീട്ടിലേക്ക് എത്തിച്ചേരും അല്ലേ? എവിടെയാണെങ്കിലും. വാറന്റിയും ഗ്യാരണ്ടി ഒക്കെ എങ്ങനെ? 1 ഇയർ വാറന്റി പ്ലസ് 5 ഇയർ സർവീസ് വാറന്റി. നമുക്ക് വേണം നിർബന്ധമൊന്നുമില്ല. രണ്ട് തരം ഇൻഡക്ഷൻ കുക്കറുകളുണ്ട്. ഒന്ന് കറുത്ത കളറിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നത്. ഈസി കുക്ക് കടകളിൽ വാങ്ങിക്കാൻ കിട്ടില്ല. നമുക്കിത് ചെയ്തിട്ട് വാങ്ങിക്കുന്ന പ്രൊഡക്റ്റ്. ഈസി കുക്കിന് ഇന്ത്യൻ ഗവൺമെന്റ് പാറ്റന്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ വൈറ്റ് റെഡ് ആൻഡ് വൈറ്റിൽ മാത്രമേ ഈസി കുക്ക് വരുള്ളൂ. അപ്പൊ നമുക്ക് ഇത് ഓണാക്കുമ്പോഴേ 900 വാട്ട്സ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഈ എഴുതി കാണിക്കുന്നത് കറണ്ടിന്റെ അളവാണ്. അപ്പൊ നമുക്ക് ഈ 900 വാട്ട്സിലിട്ട് ഉപയോഗിക്കുമ്പോൾ 1 മണിക്കൂറിന് ഉപയോഗിക്കുമ്പോൾ വെറും 5 രൂപ ആണ്. നമുക്ക് 2-3 സ്ലാബ് ഇല്ല. മൂന്നാമത്തെ സ്ലാബ് വെച്ചിട്ട് വരികയാണെന്ന് 5 രൂപ വരും. മൂന്നാമത്തെ സ്ലാബിൽ 5:30 വരുന്നത് തോന്നുന്നു. അപ്പോൾ ഒരു യൂണിറ്റ് കറണ്ട് തികച്ചു വരുന്നില്ല. അത് മൾട്ടി പർപ്പസ് ആണ്. അപ്പൊ നമുക്കിത് 100 വാട്ട്സ് മുതൽ 1500-1800 വാട്ട്സ് വരെ ഇത് ഉപയോഗിക്കാം. അപ്പൊ ഇതിന് പല പർപ്പസ് ഉണ്ട്. അപ്പൊ സാറിനോട് പറഞ്ഞ 900 വാട്ട്സിൽ ഉപയോഗിക്കുമ്പോൾ 180 ഡിഗ്രി ചൂട് പാത്രത്തിന്റെ അടിയിൽ കിട്ടും. 900 വാട്ട്സിലാണ്. 1800 വാട്ട്സിൽ ഉപയോഗിക്കുമ്പോൾ നമ്മളിപ്പോൾ വെള്ളമൊക്കെ കടലൊക്കെ വെള്ളത്തിലിടാൻ മറന്നുപോയാൽ നമുക്ക് പെട്ടെന്ന് കടല ഉപയോഗിച്ചെടുക്കണമെങ്കിൽ ഈ ബോയിലിംഗ് എന്ന് പറഞ്ഞ സ്വിച്ച് ഇതാണ്. ഈ ബോയിലിംഗ് ആണ് സ്വിച്ച് ഉണ്ടല്ലോ. ബോയിലിംഗ് ഇതിലിട്ടാൽ മതി. വെള്ളത്തിലിടാത്ത കടലിൽ നമുക്ക് വെന്ത് കിട്ടും. അതുപോലെ സൂപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ 1500. ഈ മഞ്ഞ ബട്ടൺ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നില്ല. നമുക്ക് എപ്പോഴും ആവശ്യം വരുന്നൊരു ബട്ടൺസ് അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിലൊക്കെ ആകുമ്പോൾ നമുക്ക് 1500 വാട്ട്സ് കറണ്ട്. നോർമലി നമുക്ക് ഉപയോഗിക്കുന്നത് ഈ 900-ലാണ് പോട്ടുള്ള. ഇതാണ് നോർമലായിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ചോറൊക്കെ ഉണ്ടാക്കുന്ന വെച്ചാൽ അരിയും വെള്ളം തിളക്കുന്നത് വരെ മതി നമുക്ക് 900. അരിയും വെള്ളം തിളച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 700-ലേക്ക് ഇടാം. 700-ലാകുമ്പോൾ കട്ട് ഓഫ് ആയി കിടക്കും. നമുക്ക് ഒരേ ഡിഗ്രി ചൂടാണ് ചെയ്യുക. പിന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ 100 ഡിഗ്രി ചൂട് മതിയല്ലോ. അപ്പൊ ചൂട് കുറയുന്നതിനനുസരിച്ചിട്ട് കട്ട് ഓഫ് ആവും, കൂടുന്നതിനനുസരിച്ച് കട്ട് ഓഫ് ആവും. പിന്നീട് ആ ചൂട് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഇപ്പൊ 350 ലിറ്ററൊക്കെയാണ് അടച്ചു വെച്ചു തിളച്ചു കുറഞ്ഞു പോകും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ നമ്മൾ പാലൊക്കെ തിളപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഇതിൽ ഇട്ട് കഴിഞ്ഞാൽ പാല് തിളച്ചു കുറഞ്ഞു പോകില്ല. പാലിങ്ങനെ പതഞ്ഞ് പൊങ്ങുകയും ചെയ്യുള്ളൂ. അതായത് പാലിന്റെ പ്രോട്ടീൻ നഷ്ടപ്പെടാതെ നമുക്ക് പാചകം ചെയ്യാൻ പാല് തിളപ്പിച്ചെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം, ഈ 900 ഇട്ടുണ്ടെങ്കിൽ പാല് തിളച്ചു കുറഞ്ഞു പോകും. നോക്കിയില്ലെങ്കിൽ മതിയെ. അല്ലെങ്കിൽ പിന്നെ പാല് തിളപ്പിക്കുന്ന സമയത്ത് 700 ഇടും. 700 ഇട്ടാലും പാല് തിളച്ചും മറിയില്ല. പിന്നെ നമുക്ക് എണ്ണയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യും. നമ്മൾ എണ്ണയിൽ എണ്ണക്കടി ഉണ്ടാക്കുക, പപ്പടം കാഴ്ച, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഫ്രൈ ബട്ടൺ കണ്ടത് കടൂര് ഈ ഫ്രൈ ബട്ടൺ കണ്ടു എണ്ണയിൽ എന്ത് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ 180 ഡിഗ്രി ചൂട് തന്നെയാണ്. അപ്പോൾ നമുക്ക് 900 വാട്ട്സ് കാരണം. അപ്പൊ നമുക്ക് ഇത് നോക്കുമ്പോൾ 240 ഡിഗ്രി വരെ ചൂടുണ്ട്. നമുക്ക് പെട്ടെന്നൊക്കെ ആരെങ്കിലും അതിഥികളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ചായ ഉണ്ടാക്കാനൊക്കെ വെച്ചാൽ നമുക്ക് ചൂട് പെട്ടെന്നാക്കണമെങ്കിൽ അങ്ങനെ ആക്കാം. അപ്പോൾ നോർമൽ സ്റ്റേജിൽ 180 വരിക. പക്ഷെ 150 ഡിഗ്രി ചൂടിലൊന്നും ഒരിക്കലും നമ്മൾ ഭക്ഷണം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളൊരു എണ്ണക്കടിയൊക്കെ ഉണ്ടാക്കുകയാണെന്ന് വെച്ചാൽ 140 ഡിഗ്രി ചൂടിലുണ്ടാക്കുക. 140 ഡിഗ്രി ചൂടിലാണെന്നുള്ള ഗുണം എന്താ വെച്ചാൽ ആ എണ്ണ കറുക്കില്ല, എണ്ണ കരിയില്ല, നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അതാണ് അതിൻ്റെ ഇതാണ്. അപ്പോൾ നമ്മൾ മീനൊക്കെ പൊരിക്കുമ്പോൾ 140 ഡിഗ്രി ചൂടിലിട്ട് നിങ്ങൾ മീൻ പൊരിച്ചു നിങ്ങൾ ആ മസാല കരിഞ്ഞ് കുറ്റായി പോയില്ല. മസാലയൊക്കെ ടേസ്റ്റ് ഉണ്ട്. ഇപ്പോൾ ഇവരൊക്കെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പിൻ്റെ ഇല ഒക്കെ അരക്കില്ല. മഞ്ഞപ്പൊടിൻ്റെയും മുളകുപൊടിൻ്റെയും പുറമെ ഒരു മീനിൻ്റെ ഒരു 4 വരയൊക്കെ വരച്ച് മസാലയൊക്കെ തേച്ച് 10 മിനിറ്റ് നഷ്ടമൊക്കെ വെച്ചിട്ടില്ലേ, അങ്ങനെയല്ല ചെയ്യല്. എപ്പോഴെങ്കിലും ഗ്യാസ് പിന്നെ ഇതിൻ്റെ ഇത് കിട്ടിയിട്ടുണ്ട്, ഇഞ്ചിൻ്റെ വെളുത്തുള്ളിൻ്റെ ടേസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഗ്യാസ് ആകുമ്പോൾ ഹൈ സിം. ഇതിൽ നമുക്ക് ഇതാണ് 80 ഡിഗ്രി ചൂട് വരെ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മൾ ദോശയൊക്കെ ചുടുമ്പോൾ പഴയ ഇരുമ്പിന്റെ ദോശക്കല്ലൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ സീയപ്പത്തിന്റെ ചട്ടി അതൊക്കെ പറ്റും. അപ്പോൾ നമുക്ക് ഇതിന്റെ ഇവിടെ വെളുത്ത പ്രതലാണല്ലോ. ഈ പ്രതലം വല്ലാതെ വൃത്തിയിടാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാമോ, ഇതിന്റെ മുകളിൽ ചെറിയ 3 ടൈൽസിന്റെ പുട്ട് വെച്ചിട്ട് നമുക്ക് ഇതൊന്നും തട്ടി നിൽക്കണമെന്നില്ല. തട്ടിയിട്ടില്ലെങ്കിലും നമുക്കിത് വർക്ക് ചെയ്യും കേട്ടോ. അപ്പോൾ ചീനച്ചട്ടിയൊക്കെ വെക്കുമ്പോൾ ചിലപ്പോൾ ഉരുണ്ട ചീനച്ചട്ടി ഇങ്ങനെ വെക്കാൻ ഒരു ഡൗട്ട് ഉണ്ടാവും. ടൈൽസിന്റെ പുട്ട് വെച്ചോളൂ. അതിന്റെ മുകളിൽ ഇരുമ്പിന്റെ ചീനച്ചട്ടി, കോപ്പർ കോട്ട് പാത്രങ്ങൾ, ഇൻഡക്ഷൻ ബേസ്ഡ് പാത്രങ്ങൾ ഒക്കെ വെക്കാൻ വേണ്ടി പറ്റും. പിന്നെ ടൈമർ സെറ്റ് ചെയ്യും. സാധാരണ എന്തെങ്കിലുമൊക്കെ പുറത്തേക്ക് പോകുമ്പോഴേ അടുക്കളയിൽ എന്തെങ്കിലും വെച്ചിട്ടാണല്ലോ അടിച്ചുവരാൻ നടക്കാനൊക്കെ പോകും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ടൈമറിന്റെ സ്വിച്ചാണ്. ഇതിലെടുത്ത് നമുക്കിങ്ങനെ മിനിറ്റുകൾ സെറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സമയത്ത് ഇതുമ്പോൾ പാചകം ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും 2-3 ലിറ്റർ വെള്ളം തിളക്കാൻ എത്ര സമയം വരും. അല്ലെങ്കിൽ ഒരു കുക്കറിൽ ബീഫ് വെച്ചിട്ടുണ്ടെങ്കിൽ
ബീഫിന് 5-6 വിസിൽ എത്രയാണ് ആ വിസിൽ വരാൻ എത്ര സമയം വരും എന്നുള്ളതൊക്കെ നമുക്ക് അറിയാമല്ലോ. ആ സമയം സെറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് മറന്നു പോയാലും ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് നമ്പർ വരുന്നുണ്ട്. ഓഫീസ് നമ്പറിൽ ഒരു ലേഡി ആയിരിക്കും. നിങ്ങൾക്ക് തന്നെ ചോദിച്ചിട്ട് ഇത് മുകളിൽ വെക്കുന്ന സമയത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ അവർക്ക് തന്നെ സംസാരിക്കാൻ പറ്റും. പിന്നെ ഇതിന് ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ. നമ്മളിത് പുതിയ സാധനമാണ് അല്ലേ, പുതിയ സാധനം ആകുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന്റെ ചുവട്ടിൽ തുണി വിരിക്കും, അല്ലെങ്കിൽ പേപ്പർ വിരിക്കും അല്ലേ. ഒരിക്കലും അത് ചെയ്യരുത്. കാരണം ഇതിന്റെ ഉള്ളിൽ ഒരു ഫാന് വർക്ക് ചെയ്യുന്നുണ്ട്. ഫാന് വർക്ക് ചെയ്യുമ്പോൾ എന്താണ് ആ തുണിയോ പേപ്പറോ വിരിച്ചാൽ അടഞ്ഞിട്ട് ഓവർ ഹീറ്റ് വരും. ഓവർലോഡ് വന്നിട്ട് കംപ്ലൈന്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ മേളിൽ കൂടെ നിങ്ങൾ വെള്ളം എത്ര പോയാലും കുഴപ്പമൊന്നുമില്ല. ഇതിന്റെ അടിയിലേക്ക് അങ്ങനെ വെള്ളം പോയിട്ട് നിൽക്കുന്ന സമയത്ത് ഫാനാകുമ്പോൾ അത് സക്ക് ചെയ്തിട്ട് ഉള്ളിലേക്ക് എടുക്കും. വല്ലാതെ കുറച്ചൊന്നും കുഴപ്പമില്ല, നന്നായിട്ട് ഇതാകുമ്പോൾ മാത്രം അങ്ങനെ എന്തെങ്കിലും അങ്ങനത്തെ ചെറിയ കംപ്ലൈന്റുകളാണ് ഈസി കുക്കിന് വരുന്ന കംപ്ലൈന്റുകൾ മെയിൻ ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പൊ തീർച്ചയായിട്ടും ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നമ്മൾ ഏറ്റവും കട്ടി കുറഞ്ഞ സ്റ്റീൽ പാത്രങ്ങൾ ഉണ്ടാവില്ല, ചിലപ്പോൾ ബ്ലേഡ് പോലുള്ള പാത്രങ്ങളുണ്ട്. ആ പാത്രം വെച്ചാൽ ഇവിടെയും കിടക്കും പാത്രം കിടക്കും കേട്ടോ. അതെന്താ വെച്ചാൽ ഇവിടെ പറ്റ നൈസ് പാത്രങ്ങൾ വെച്ചാൽ. അപ്പൊ പിന്നെ എന്ത് ചെയ്യാ, ചൂടുമ കൺട്രോൾ ചെയ്യും. ചില ആൾക്കാർ 1800 ഇട്ടിട്ട് കോൾഗേറ്റോ അല്ലെങ്കിൽ പിന്നെ വിനാഗിരി നാരങ്ങ നീരൊക്കെ വെച്ചിട്ട് തേച്ച് കഴിഞ്ഞാൽ ഹാർപ്പിക്കൊക്കെ വെച്ച് തേച്ചാൽ അത് പെട്ടെന്ന് ഇത് ക്രിസ്റ്റൽ പിന്നെ സെറാമിക് പിന്നെ ക്ലിയർ ആവും. ഇതിപ്പോ എങ്ങനെ റേറ്റ് വരുന്നത്? എങ്ങനെ ഇപ്പൊ 5990 റേറ്റിൽ ഇപ്പൊ 1000 രൂപയുടെ ഒരു ഡിസ്കൗണ്ട് ഉണ്ട്. 4990 പ്ലസ് ഒരു ഫ്രീ കുക്കറും ഉണ്ട്. ഇത് പ്രസ് ചെയ്യണം കേട്ടോ. ഇതിനുള്ളിൽ എയർ ഉണ്ടാവും, എയർ ടൈറ്റ്. ഇനി കുറച്ച് ദിവസം നിങ്ങൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാലാണ് ഇതിന്റെ ഈ ഇത് ക്ലിയർ ആയിട്ടുള്ള വാഷർ ക്ലിയർ ആയിട്ട് ഉണ്ടാവും കേട്ടോ. സാധാരണ രീതിയിൽ ചെല്ലുമ്പോഴൊക്കെ ഇങ്ങനെ പിടിച്ച് അടക്കുക, അടയില്ല. അപ്പൊ എന്ത് ചെയ്യാം, പ്രസ് ചെയ്തിട്ട് അപ്പൊ ഈ വെയിറ്റ് വെച്ച് കഴിഞ്ഞാലും ചിലപ്പോൾ അടയില്ല. അപ്പൊ എടുത്തിട്ട് അടച്ചതിന് ശേഷം വെയിറ്റ് വെച്ചാൽ കേട്ടോ. മുകളിൽ ഇപ്പൊ വലിയ സ്റ്റീലിന്റെ ഇരുമ്പിന്റെ കാര്യങ്ങൾ കനമുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ വരതി വൃത്തിയിടാതിരിക്കാൻ വേണ്ടിയിട്ട് 3 ടൈൽസിന്റെ ഉള്ളിൽ. പിന്നെ ഈ ചുവന്ന വൃത്തത്തിന്റെ മേലേക്ക് എത്ര വലിയ പാത്രം വരും, ചുവന്ന വൃത്തത്തിന്റെ പുറത്തേക്ക് പാത്രങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ 3 ടൈൽസിന്റെ മുട്ട് വെച്ചോളൂ. അപ്പൊ എന്താ വെച്ചാൽ പാത്രം ചൂടായി കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ഫൈബറിന് കംപ്ലൈന്റ് വരേണ്ട വിചാരിച്ചിട്ടാണ്. അത് കുഴപ്പമുണ്ടെന്നാൽ പിന്നെ ഇവിടെയൊക്കെയാണ് ഇപ്പൊ നമുക്ക് സർവീസ് സെന്റർ നമുക്ക് ഓരോ 25 കിലോമീറ്ററിനുള്ളിൽ ഈസി യുഗിന്റെ സർവീസ് സെന്റർ ഉണ്ടാവും. മലബാർ മേഖലയിൽ നമുക്കൊരു 10-60 സർവീസ് സെന്റർ ഉണ്ട്. ഇവിടെ കരുവാരം കൊണ്ട് കഴിഞ്ഞാൽ പാണ്ടിക്കാടുണ്ട്, പാണ്ടിക്കാട് കഴിഞ്ഞാൽ പെരിന്തൽമണ്ണ ഉണ്ട്, മഞ്ചേരി ഉണ്ട്, നിലമ്പൂരുണ്ട്, അവിടെ നമ്മുടെ കൊണ്ടോട്ടി, മലപ്പുറം, കോട്ടക്കൽ, അരീക്കോട് ഓരോ 25 കിലോമീറ്റർ. ഈസി കുക്ക് ഷോപ്പുകളിൽ കിട്ടൂല. ഇതിപ്പോ നമ്മള് ഇവിടുന്ന് വാങ്ങിയിട്ട് നിങ്ങൾ കാസർഗോഡ് പോയിട്ടാണ് ഉപയോഗിക്കുന്നത് വിചാരിച്ചോളൂ. ഒരു പിന്നെ കറണ്ടിന്റെ ഇതാണല്ലോ, ഇലക്ട്രിക്കിന്റെ ഒരു സാധനമാണല്ലോ. എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാൽ അവിടെ ഉണ്ടാവും സർവീസ് സെന്റർ. നമ്മളിപ്പോ ഇത് കിട്ടാൻ വേണ്ടിട്ട് ഒരു നമ്പർക്ക് വിളിക്കണമെങ്കിൽ ഏത് നമ്പർക്കാ വിളിക്കണ്ടേ? നമ്പറിലേക്ക് വിളിക്കേണ്ട വെച്ചാൽ നമ്മളെ കമ്പനി ഓരോ യൂണിറ്റിന് ഓരോ നമ്പറുകൾ ഉണ്ടാവും. സർവീസ് സെന്ററിന് നമ്പർ ഉണ്ട്, ആ നമ്പറിലേക്ക് വിളിക്കാം. അല്ലെങ്കിൽ ഞങ്ങളെ സ്റ്റാഫുകൾ വരുന്നുണ്ട്. നമ്മളിത് കൊടുത്ത വീട്ടിൽ കൊടുത്ത കോമൺ ആയിട്ട് ഒരു നമ്പർ നമുക്ക് അത് കൊടുക്കാൻ പറ്റിയല്ലേ? അതിൽ വിളിച്ചിട്ട് പിന്നെ ഓരോ യൂണിറ്റ് എത്തുവാണെങ്കിൽ അവിടുന്ന് ചോദിച്ചാൽ മതിയല്ലോ. അങ്ങനത്തെ ഒരു നമ്പർ 93 49 31 66 44 അല്ലേ? ഈ നമ്പറിലേക്ക് വിളിച്ചാൽ കിട്ടും. ഇത് കരുവാരകുണ്ടത്തല്ലേ? എന്റെ പേഴ്സണൽ നമ്പർ 81 29 957 150. സജീവ് എന്നാണ് പേര്. പിന്നെ കേരളത്തിൽ എല്ലായിടത്തും ഉണ്ടല്ലോ അല്ലേ? എല്ലാ ജില്ലയിലും ഉണ്ട്? അതോ മലബാർ മേഖലയിലാണ് കാര്യമായിട്ടുള്ളത്. ജില്ലകളിലേക്ക് നമുക്ക് ഡെലിവറി കൊടുക്കുന്നുണ്ട്, കൊറിയർ ആയിട്ടും കാര്യങ്ങളായിട്ടും കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇനി ആവശ്യമുള്ളവരൊക്കെ അദ്ദേഹം പറഞ്ഞ നമ്പറിലൊന്ന് ബന്ധപ്പെടാം. ഓക്കെ എന്നാല് ചങ്ങന്മാരെ. അപ്പൊ മൂപ്പര് വേറെ സംഭവം കൂടി പറഞ്ഞു. എന്താ വെച്ചാല് ഈസി കുക്ക് കംപ്ലൈന്റ് വരുന്നീല് ഒരു 10 എണ്ണത്തില് 8 എണ്ണം കംപ്ലൈന്റ് വരുന്നത് കൂറ കയറിയിട്ടാണ്. കൂറാച്ചി കയറിയാണ്ട് ഇത് കംപ്ലൈന്റ്. അപ്പൊ എങ്ങനെയാ വെച്ചാല് ഈ ഫാൻ ഈ ഫാനിന്റെ ഉള്ളിൽ കയറിയിട്ട് ഓൾക്ക് താമസിക്കാൻ നല്ല സൗകര്യമാണ്. അപ്പൊ എന്തെങ്കിലും ഭക്ഷണാഷ്ടങ്ങൾ അടിയിൽ കുടുങ്ങി എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണ്ട് ഓൾക്ക് ഇതിന്റെ ഉള്ളിൽ താമസിക്കാൻ നല്ല സൗകര്യമാണ്. അപ്പൊ എന്താക്കുക, അപ്പൊ ഓല് ചെന്നിട്ട് ഇതിന്റെ ഉള്ളിലത്തെ എന്തെങ്കിലുമൊക്കെ ഇതൊക്കെ കട്ട് ചെയ്യുക കാര്യങ്ങളൊക്കെ ചെയ്യണം. അങ്ങനെയാണ് ഇത് കംപ്ലൈന്റ് കൂടുതലായിട്ടും വരുന്നത്. അപ്പൊ ഇത് കംപ്ലൈന്റ് ആകാതെക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യം എന്താ വെച്ചാൽ കൂറാച്ചിക്ക് വേണ്ടിട്ട് ഇവിടെ ഈ ഫാന് എവിടെയാണ് വരുന്നത്, ഇവിടെ അല്ലേ വരുന്നത്. ഇപ്പൊ ഇവിടെ ഒരു മൂട്ടച്ചോക്ക ചോറും വരക്കണമെന്നില്ല. എന്താ വെച്ചാല് നമ്മള് ഭക്ഷണമൊക്കെ ഉള്ളതല്ലേ. അപ്പൊ എന്താക്കുക, ഇവിടെ കുറച്ച് മൂട്ടച്ചോക്ക വരച്ചാണ്ട് ഞാൻ വെച്ചെടുത്താല് പിന്നെ കൂറാച്ചി വരും. അപ്പൊ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം ട്ടോ.